റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗുണ്ടകളെ പൂട്ടാൻ കടുത്ത നടപടിക്കൊരുങ്ങി പോലീസ്. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനാണ് നിർദ്ദേശം. കാപ്പ ചുമത്തപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും. ഗുണ്ടകളോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് DGPയുടെ നിർദ്ദേശം. തൃശൂരിലെ ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. പുതിയ മേധാവിയായിട്ട് പോലീസ് മേധാവിയായിട്ട് രവീന്ദ്ര ചന്ദ്രശേഖർ വന്നു. എന്തായാലും ഗുണ്ടകളെ പൂട്ടുക എന്നുള്ള നീക്കത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുണ്ടകളോട് സീറോ കോംപ്രമൈസ് എന്നതായിരിക്കും ഇനിയുള്ള ഒരു വർഷം സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഗുണ്ടകൾ പലപ്പോഴും പിറന്നാൾ ദിനത്തിൽ കേക്ക് മുറിക്കുന്നതും റീലിടുന്നതും വരെ കാര്യങ്ങൾ കണ്ടു നമ്മൾ. അപ്പോൾ അതിൽ ഗുണ്ടകളെ പൂട്ടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ പോലീസ്? അരുൺകുമാർ, തൃശൂരിൽ പോലീസ് നേരെ ഗുണ്ടകളുടെ ആക്രമണം നടന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി രവീന്ദ്ര ചന്ദ്രശേഖർ ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷിന് നിർദ്ദേശം നൽകിയത്. ശക്തമായ നടപടി ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആലോചന നടത്തിയാണ് തൃശൂർ റേഞ്ച് DIG S ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഗുണ്ടകൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനമുണ്ട്. അത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് DIGയുടെ നേതൃത്വത്തിലാണ് രാത്രികാല പെട്രോളിംഗ് ഏകോപിപ്പിക്കുന്നത്. ഓരോ ജില്ലാ ഡിവിഷനിലും അവിടെ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീം ഉണ്ടാവും. അപ്പോൾ തന്നെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷനുകളിൽ സ്ട്രൈക്കിംഗ് ടീം ഉണ്ടാവും. അത് രാത്രികാലങ്ങളിൽ പൂർണ്ണ സജ്ജമായിരിക്കും. എവിടെയെങ്കിലും സാമൂഹ്യ വിരുദ്ധരോ ഗുണ്ടകളോ അക്രമം നടത്തുകയാണെങ്കിൽ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവരെ നേരിടാനുള്ള സജ്ജമായിട്ടായിരിക്കും ആ ടീം ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ പോലീസ് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിസ്റ്റൾ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് ശക്തമായി തന്നെ നടപ്പിലാക്കും. അതിനു പുറമെ ഈ ഗുണ്ടകൾ അവർ കാപ്പ കേസിൽ പ്രതികളായവരെ കൃത്യമായി അവരെ പ്രവർത്തനം നിരീക്ഷിക്കും. മറ്റ് സ്ഥിരം കുറ്റവാളികളെയും നിരീക്ഷിക്കും. ഈ ഗുണ്ടകൾ കേസിൽ പ്രതിയായി പിന്നീട് ജാമ്യമെടുത്ത് മുങ്ങിയവരാണെങ്കിൽ അവരുടെ വീടുകളിൽ 15 ദിവസത്തെ ഇടവേളകളിൽ പരിശോധന നടത്താനുള്ള കർശന നിർദ്ദേശവുമുണ്ട്. അങ്ങനെ ഗുണ്ടകളെ പൂട്ടാനുള്ള ശക്തമായ നടപടികളിലേക്കാണ് സംസ്ഥാന പോലീസ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം H വെങ്കടേഷ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഈ തരത്തിലുള്ള നടപടിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷി. അപ്പോൾ പോലീസ് നീക്കം തുടങ്ങിയിരിക്കുന്നു. ഗുണ്ടകൾ ജാഗ്രതയിൽ. പോലീസുണ്ട്, പോലീസ് പൂട്ടാൻ വരുന്നുണ്ട്.